നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മിസ്റ്റർ രാജ്മോഹൻ, ഞാൻ വരുന്നത് നിങ്ങളിലേക്കാ. ഈ ദക്ഷ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഈ കേസിന്റെ കല്ലും നെല്ലും തരംതിരിച്ചിട്ടേ ഇനി എനിക്ക് വിശ്രമമുള്ളൂ. നിങ്ങൾ കരുതുന്നുണ്ടാവും നിങ്ങളുടെ മുഖത്ത് പിടിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സാധുഭാവം ഞാനങ്ങ് വിശ്വസിച്ചു എന്ന്. തന്നെ മാത്രമല്ല, ഇവളെ ഞാൻ കൂട്ടിക്കയറ്റും. തന്റെ പാർട്ണറുടെ മകൾ ഈ ശ്വേതയെ. ഈ കേസിൽ നിങ്ങൾ രണ്ടാളും എന്റെ ഹിറ്റ് ലിസ്റ്റിലാ. പിന്നെ ഞാനൊരു നിരപരാധിയും കുറ്റക്കാരാക്കില്ല. അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രൈം ചെയ്തിട്ടുള്ളത് നിങ്ങളല്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് വരെ സർക്കംസ്റ്റാൻസിന്റെ ബേസിൽ നിങ്ങളെ എനിക്ക് സംശയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഹലോ. ഹലോ മാഡം. നാളെ രാവിലെ നമുക്ക് ആ രാജ്മോഹനെ ഒന്ന് കാണണം. അയാൾ അവിടെ തന്നെ ഉണ്ടാവണം. അതൊന്ന് ഇൻഫോം ചെയ്യണം. ഓക്കെ മാഡം, ഇപ്പൊ തന്നെ വിളിക്കാം. മാഡം, പിന്നെ ഈ രാജ്മോഹൻ സാറ് ആള് കുഴപ്പക്കാരനല്ല മാഡം. സമൂഹത്തില് വിലയുന്നിലേക്കുള്ള ഒരു വ്യക്തിയാണ്. അയാളെപ്പോലൊരു വ്യക്തി ഇങ്ങനെ ഒരു ക്രൈം ചെയ്യുമെന്ന് തോന്നുന്നില്ല അല്ലേ? അതെ മാഡം. അതങ്ങനെയാ. സൊസൈറ്റിയിൽ എല്ലാവർക്കും മാന്യത ലഭിക്കണമെന്നല്ലേ ഏതൊരു വ്യക്തി ആഗ്രഹിക്കൂ. എന്നാൽ ചിലരാകട്ടെ പകൽ മാന്യന്മാരാ. രാത്രിയിലെ സൂര്യനൊന്ന് ഉദിക്കണം. അപ്പോഴറിയാം അത്തരക്കാരുടെ യഥാർത്ഥ സ്വഭാവം. മാഡം, അതല്ല മാഡം ഞാൻ ഉദ്ദേശിച്ചത്. ഈ രാജ്മോഹൻ സാറിന്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എനിക്കറിയാം. മാഡം പറഞ്ഞത് ശരിയാ. പക്ഷേ എനിക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് കൺവിൻസ് ആവുന്നില്ല മാഡം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. പറയൂ, എന്താ അത്? എന്റെ ഒരു വെർഷൻ, ഈ ക്രൈം ചെയ്തിരിക്കുന്നത് ഔട്ട്സൈഡേഴ്സ് ആകാനാണ് സാധ്യത. അങ്ങനെ തോന്നാൻ കാരണം? അത് ആ മുറിയിലെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ കണ്ടപ്പോ എനിക്ക് അങ്ങനെയാ തോന്നിയത് മാഡം. വീട്ടിലുള്ള ഒരാളെ അഞ്ജലിക്കറിയാം. അവരാരെങ്കിലും ചെന്ന് വിളിച്ചിരുന്നെങ്കിൽ അഞ്ജലി എതിർപ്പ് കാണിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല. പക്ഷേ മുറിയിലെ ലക്ഷണങ്ങൾ കണ്ട കയ്യേറ്റം നടന്നതായും അഞ്ജലിയെ ബലമായി പിടിച്ചുകൊണ്ട് പോയതായും എനിക്ക് തോന്നുന്നു. അതാണ് മാഡം എന്റെ അനുമാനം. ഓക്കെ, റൈറ്റ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞത് വേണമെങ്കിൽ തിരിച്ചും ചിന്തിക്കാലോ. അറിയാവുന്ന ഒരാളാണ് അഞ്ജലി വിളിച്ചോണ്ട് പോയതെങ്കിലോ? ഒരുപക്ഷെ അതുകൊണ്ടാവില്ലേ ആ മുറിയിലുണ്ടായിരുന്ന വ്യക്തി പോലും അറിയാത്തത്. അങ്ങനെയും ചിന്തിച്ചൂടെ? ഓക്കെ മാഡം, ശരിയാണ്. പക്ഷേ അപ്പൊ നിലത്ത് വീണ ചോരത്തുള്ളികളോ? അതൊരു ചോദ്യചിഹ്നമല്ലേ മാഡം? യെസ്, ചോദ്യചിഹ്നമാണ്. ഞാൻ നിൽക്കുന്നതും ആ പോയിന്റിലാണ്. ഞാൻ അതിലേക്ക് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിലെ ആ കീറാമുട്ടി ആ ബ്ലഡ് തന്നെയാ. നിങ്ങളൊരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം. പറഞ്ഞോ മാഡം. ബ്ലഡ് സാമ്പിൾ അഞ്ജലിയുടേത് തന്നെയാണോ അതോ കിഡ്നാപ്പറുടേതാണോന്ന് നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. ഓക്കെ മാഡം, ഓക്കെ, ഉടനെ തന്നെ അത് ചെയ്യാം. നമ്മള് രാജ്മോഹൻ സാറിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകുന്നത് ബുദ്ധിയാണോന്നാ എന്റെ ഒരു സംശയം. അയാളെപ്പോലെ ഒരാള് ക്രൈം ചെയ്യുമെന്ന് വിശ്വസിക്കാനാകുന്നില്ല മാഡം. ഏതൊരു കുറ്റവാളിയും പിടിക്കപ്പെടുന്നത് വരെ മാന്യനാണ്. അവർക്കൊരു സൈക്കോളജി ഉണ്ട്. അവര് കരുതും ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന്. ഓക്കെ, തനി പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യും. നാളെ കാണാം. ഓക്കെ മാഡം, ഓക്കെ. ഓക്കെ.
എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താടി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ആ, എന്താണെന്ന്? അച്ഛൻ എന്നോട് സത്യം പറയണം. സത്യമേ പറയാവൂ. ആ, നീ വെറുതെ ആളെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറ മോളെ. അഞ്ജലിയെ കാണാതായതിന് പിന്നിൽ അച്ഛനാണോ? ഞാനോ? എന്തിന്? അതെങ്ങനെ എനിക്കറിയാം? അഞ്ജലിയുടെ മിസ്സിങ്ങിന് പിന്നിൽ അച്ഛന്റെ കുതന്ത്രങ്ങൾ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? മോളെ നീ എന്താ ഈ പറയുന്നേ? ഞാൻ നിന്റെ അച്ഛനല്ലേ? എനിക്ക് നിന്നോട് എന്തിനു കള്ളം പറയണം? അക്കാര്യത്തിൽ അച്ഛനും മകൾക്കൊന്നും സ്ഥാനമില്ലല്ലോ. സത്യത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. അതുകൊണ്ട് അച്ഛൻ ഈ മകളോട് തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അച്ഛൻ സത്യം പറയണം. അച്ഛൻ അഞ്ജലിക്കെതിരെ എന്ത് തന്ത്ര പ്രയോഗിച്ചത്? നിനക്കെന്താ പെണ്ണേ, ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ലേ? എടി, സ്വന്തം അച്ഛനെയെങ്കിലും ഇത്തിരി വിശ്വസിക്കണം, മനസ്സിലായോ? ഇക്കാര്യത്തിൽ മാത്രം അച്ഛൻ എനിക്ക് വിശ്വാസം ഇല്ല. അതിന് കാരണം എന്താണെന്ന് നമ്മൾ തമ്മിൽ സംസാരിച്ച സമയം കളയണോ? അഞ്ജലിയോടുള്ള വൈരാഗ്യം നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നില്ലേ? പിന്നെ എന്തിനാ എന്നിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ ഒളിക്കുന്നേ? ദേ മോളെ, ഇനി എന്റെ സ്വഭാവം മാറുവേ. ചെയ്യാത്ത ഒരു കാര്യം നീ ഇനി എത്ര തവണ ആവർത്തിച്ച് ചെയ്തു എന്ന് അധരവ്യായാമം നടത്തിക്കൊണ്ടിരുന്നാലും അത് സത്യമാവൂ? ദേ, ഇക്കാര്യത്തിൽ എനിക്ക് ഒന്നും അറിയില്ല. നിനക്ക് എന്നെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. അല്ല, വിശ്വസിക്കണമെന്ന് എനിക്ക് അത്ര നിർബന്ധവുമില്ല. ഇല്ല, തീരെ വിശ്വാസമില്ല. കാരണം ഉറ്റ സുഹൃത്തായ രാജ്മോഹൻ അങ്കിളിന് പോലും നല്ല 8ന്റെ പണി കൊടുത്ത ആളല്ലേ അച്ഛൻ. സ്വാർത്ഥ താല്പര്യങ്ങൾ നേടാൻ വേണ്ടി എന്റെ അച്ഛൻ ഏതറ്റം വരെ പോകുന്നു എനിക്കറിയാം. പഴംപുരാടത്തിന്റെ ഭാണ്ഡക്കെട്ടൊന്നും എന്നെ കൊണ്ട് അഴിപ്പിക്കല്ലേ. കേൾക്കാൻ അതത്ര സുഖം ഉണ്ടാവില്ല. മോളെ, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടി ഞാൻ രാജ്മോഹനെ ചതിച്ചെന്നോ?